ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നിരാഹാരം എടുത്താൽ എങ്ങനെയിരിക്കും? അതും 3 ദിവസം ഉണ്ണാവൃതം എടുത്താലോ? സങ്കല്പിക്കാൻ പറ്റുമോ? അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നായിരിക്കണം. തമാശ പറയുന്നല്ല. മോഹൻലാലിനെ സംബന്ധിച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളായാലും വലിയ വലിയ കാര്യങ്ങളായാലും ശരി, അത് സ്വയം പീഡിപ്പിക്കാറാണ് പതിവ്. സ്വയം പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, ചില സിനിമകളിൽ ചെറിയ കാര്യത്തിന് നായികയെ പിണങ്ങിപ്പോയി ഹോട്ടലിൻ്റെ റൂമിൽ പോയി, നായക നടൻ പിണങ്ങിപ്പോയി റൂമിൽ പോയിരുന്നു, ചിലപ്പോൾ ഷൂട്ടിംഗ് നാളെടുക്കുന്നു, അങ്ങനെ ഈ ഷൂട്ടിംഗ് മുടങ്ങുന്നു, പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുന്നു. അങ്ങനെ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ കഥകൾ സത്യാവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അടക്കമുള്ളവർ എഴുതിയിട്ടുണ്ട് ആലോചിക്കണം. കാരണം അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇവരിങ്ങനെ ഷൂട്ടിംഗ് മുടക്കുന്നത്? ഷൂട്ടിംഗ് മുടക്കാതെ ജോലി ചെയ്യേണ്ടതല്ലേ? അതൊരു ശിക്ഷ തന്നെയല്ലേ അവർ കൊടുക്കാവുന്നുള്ളത്. പക്ഷേ മോഹൻലാൽ ഇങ്ങനെ ഷൂട്ടിംഗ് ഒരിക്കലും മുടക്കിയിട്ടില്ല, നിർമ്മാതാവിന് നഷ്ടം വരുത്തിയിട്ടില്ല, സംവിധായകനെ അനുസരിക്കാതിരുന്നിട്ടില്ല. ഏത് വലിയ പ്രശ്നമായാലും ശരി, ജോലി ചെയ്തുകൊണ്ടാണ് സ്വയം പീഡിപ്പിക്കുക. അതിൻ്റെ ഒരു സംഭവമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. കാരണം ലാൽ ഈ ഇടയ്ക്ക് ഈ പരിക്കൊക്കെ പറ്റിയതിന് ശേഷം സുഖചികിത്സയ്ക്ക് പോകാറുണ്ട്. ഈ സുഖചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ചില നിയമങ്ങളൊക്കെ പഥ്യങ്ങളൊക്കെ പാലിക്കണമല്ലോ. അങ്ങനെ എന്താ പറയുക, വെയിൽ കൊള്ളാൻ പാടില്ല, മറ്റു കൊള്ളാൻ പാടില്ല, വിശ്രമം വേണം. ആ ഇടയ്ക്കാണ് മണിയമ്പിള്ള രാജുവിൻ്റെ പുതിയ സിനിമ വരുന്നത്. മണിയമ്പിള്ള രാജു ആദ്യമായിട്ട് മോഹൻലാലിനെ മേക്കപ്പ് മാൻ കൂടിയാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് സെറ്റിൽ. മാത്രമല്ല അവർ തമ്മിലുള്ള അടുപ്പം കൂടിയുണ്ട്. അങ്ങനെ അയാളുടെ പടത്തിന് വന്നപ്പോൾ ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് കോഴിക്കോടാണ്. 7 മണിക്ക് രാവിലെ ഷൂട്ടിംഗ് തുടങ്ങും. 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് അങ്ങനെ പെട്ടെന്ന് നല്ല പോകും. അന്ന് എടുക്കാൻ തീരുമാനിച്ചൊരു പാട്ട് സീൻ, അതായത് മോഹൻലാലും രേഖയും തമ്മിലുള്ളൊരു പാട്ട് സീൻ എടുക്കാൻ വെച്ചാൽ അപ്പോൾ ഞങ്ങൾ രാവിലെ ഉണ്ട്. അപ്പോൾ മോഹൻലാലാണ് ഭയങ്കര വിശപ്പ്, ഈ പഥ്യതകൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ മോഹൻലാലിനെ മണീനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് 7 മണിക്ക് ഈ ലൊക്കേഷനിൽ ഞാൻ മുമ്പ് എത്തും, അതിന് മുമ്പ് എനിക്ക് ഒരു ഗോതമ്പ് ദോശ വേണം. ഈ ഗോതമ്പ് ദോശ കിട്ടിക്കഴിച്ചാൽ ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞു. സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഗോതമ്പ് ദോശ കിട്ടിയില്ല. ഗോതമ്പ് ദോശയ്ക്ക് പകരം മറ്റു ദോശകളും പൂരിയും മസാലയും ഇടിയപ്പൊക്കെ ആയിട്ടാണ് കൊണ്ടു കൊടുത്തത്. ലാൽ പറഞ്ഞു, ഞാനിതൊന്നല്ല ആവശ്യപ്പെട്ടെ, എനിക്ക് ഗോതമ്പ് ദോശ ഒരു ചെറിയ ആവശ്യം മാത്രമേ പറഞ്ഞുള്ളൂ, അത് കിട്ടണമെന്ന്. പക്ഷേ അവിടെ ഗോതമ്പ് ദോശ കിട്ടാൻ ഒരു വഴിയില്ല എന്ന്. അങ്ങനെയാണ് ആ ലൊക്കേഷൻ്റെ പ്രത്യേകത. ആ ഗോതമ്പ് ദോശ കിട്ടാനില്ലാണ്ടപ്പോൾ ലാൽ പറഞ്ഞു, സാരില്ല, ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, ജോലി എടുക്കട്ടെ. അങ്ങനെ രാവിലെ മുതൽ പാട്ട് സീൻ തുടങ്ങി. 2 പേരുള്ള പാട്ട് സീൻ നട്ടുച്ച സമയത്തും വിശന്ന് പൊരിഞ്ഞ് പഥ്യം പാലിക്കാൻ കഴിയാതെ മോഹൻലാൽ അഭിനയിക്കുകയായിരുന്നു. പക്ഷേ ഇത് അറിയാവുന്ന ചിലർക്ക് വളരെ വേദന തോന്നി. രാജു ഈ മണിയമ്പിള്ള തമാശയൊക്കെ പറയുകയാണെങ്കിലും മണിയമ്പിള്ളിക്കും വല്ലാത്ത വിഷമമായി. കാരണം ഗോതമ്പ് ദോശ കിട്ടുന്നില്ല. ഇത്രയും കാശ്, അതിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്തിട്ട് പോലും നിസ്സാരമായ ഗോതമ്പ് ദോശ കൊടുക്കാൻ പറ്റുന്നില്ല, വിഷമം ഉണ്ടായിരുന്നതാണ്. വൈകുന്നേരമായി. ഇപ്പോൾ വൈകുന്നേരത്തെ കാര്യം ഇതായിരിക്കും. വൈകുന്നേരം ഈ ലാലിന് ഇഷ്ടം കഞ്ഞിയും പയറൊക്കെയാണത്. ശരി, അത് കഞ്ഞിയും പയറും നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ രാജു പറഞ്ഞു, മണിയമ്പിള്ള പറഞ്ഞിട്ടില്ല, ലാലേ ഇതൊന്ന് അവസാനിപ്പിക്കുക, കാരണം അവസാനിച്ചാലും ബുദ്ധിമുട്ടായിരിക്കും. നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ജോലി ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്കതൊരു പീഡനമാണ് ശരിക്കും. അപ്പോൾ ലാൽ പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല, നിങ്ങളുടെ സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്, ഷൂട്ടിംഗ് മുടക്കിയിട്ടില്ല, ഒരു കഷ്ടനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് നിസ്സാരമായ നിങ്ങൾ പറയുന്ന ഒരു ഗോതമ്പ് ദോശ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ അത് ഞാനല്ലേ സഹിക്കുന്നത്, ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല പറയണത്. അപ്പോൾ ഭക്ഷണം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ലാൽ തീരുമാനിച്ചു. പക്ഷേ ലാൽ പറഞ്ഞാൽ പറഞ്ഞോണം ചെയ്യുന്ന മുൻ അനുഭവങ്ങൾ രാജുവിന് അറിയാം. കാരണം മുൻപ് ഇതുമാതിരി വേറൊരു സെറ്റിൽ അന്നൊരു ചെറിയ കാര്യം, കഞ്ഞിയും പയറും ലാലിന് വേണം. കഞ്ഞിയും പയറും കഞ്ഞിയും പയറിനേക്കാളും വലിയ ഫുഡുണ്ട് ഇവിടെ. പക്ഷെ കഞ്ഞിയും പയറും കൊടുക്കാൻ പറ്റിയില്ല. കഞ്ഞിയും പയറും കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ 3 ദിവസം ഭക്ഷണം കഴിക്കാതെ ലാൽ അഭിനയിച്ചു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോൾ അതുപോലെ രാത്രി ലാൽ ഫുഡ് കഴിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പലരും ഉപദേശിച്ചു, സുഹൃത്ത് ഉപദേശിച്ചു. അപ്പോൾ ലാൽ പറഞ്ഞു, എന്നെ ഉപദേശിക്കേണ്ട നിങ്ങൾ, ഇത് ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്കല്ലേ നഷ്ടം, എനിക്കൊരു പരാതിയില്ല, ഞാനൊരു സ്ഥലത്ത് പറയൂല. അത് മാത്രമല്ല, ഇനി ഗോതമ്പ് ദോശ കിട്ടാത്തതിൻ്റെ പേരിൽ ഭക്ഷണം കഴിച്ചില്ല മോശമല്ലേ, അതൊന്നും ഞാൻ പരിഹരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ നോക്കിയപ്പോൾ രാജു ആലോചിച്ചത്,
ഈ ലാലിനെ വീഴ്ത്താൻ പറ്റിയ ആൾക്കാർ ഈ ലൊക്കേഷനിലുണ്ട്. കാരണം ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ ലാൽ സാധാരണ അഭിനയിക്കുക, സ്ഥലം വിടുക എന്നുള്ളതല്ല. ആദ്യം ഈ ലൊക്കേഷനിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷനിലെ വോയിസ്, എല്ലാ ഗ്രൂപ്പ് അങ്ങനെ എല്ലാവരും മിങ്കിൾ ചെയ്യും. എല്ലാവരും തമാശകൾ പറയും, അവരൊക്കെ സ്വന്തം ചേർത്ത് പിടിക്കും, തലോടും, ഇതൊക്കെ ചെയ്യുന്നതാണത്. ഒരു സെൻറ്റിമെൻറ്റ്സ് ഈ പ്രൊഡക്ഷനിൽ ജോലി ചെയ്യുന്നവരുമായിട്ട് ലാലിന് പ്രത്യേക ബന്ധമുണ്ട്. അപ്പോൾ രാജു ഇവരോട് തന്നെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ലാല് ഇന്ന് ഫുഡ് കഴിക്കില്ല രാത്രി. അപ്പോൾ നമ്മളെല്ലാവരും ലാല് ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇന്ന് പട്ടിണിയാണ്, ഭക്ഷണം കഴിക്കില്ല എന്ന തീരുമാനം നമ്മൾ എടുത്തിരിക്കുകയാണത്. അപ്പോൾ അവർ പറഞ്ഞു, അല്ല രാജേട്ടൻ, ഞങ്ങളിപ്പോൾ രാവിലെ തൊട്ട് ജോലി ചെയ്യുന്നതാണത്, ഞങ്ങൾക്ക് രാത്രി ഫുഡ് കഴിച്ചിട്ട് പട്ടിണി എങ്ങനെ കിടക്കും? എത്ര കഴിച്ചാലും വരില്ല, അത്ര ടയേർഡ്. അതല്ല, നിങ്ങൾ വിചാരിച്ചാൽ ലാലിൻ്റെ ഈ നിരാകാര സമരത്തിൻ്റെ ആ സ്വഭാവം മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞിട്ട് കേൾക്കാത്തതാണോ ലാലേട്ടൻ ഞങ്ങൾ പറഞ്ഞ് കേൾക്കുന്നത്? അല്ല, അതല്ല, നിങ്ങൾ പറഞ്ഞു നോക്ക്. അപ്പോൾ അവർ ചെന്ന് ലാലിനെ കണ്ടു. എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് എന്താ നിങ്ങളുടെ പരിപാടി? അല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ പരിപാടി പിന്നെ റൂമിൽ പോവുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിച്ച് പോകുക എന്നുള്ളതാണത്. പക്ഷേ ലാലേട്ടൻ ഫുഡ് കഴിക്കുന്നില്ലല്ലോ. ലാലേട്ടൻ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഈ യൂണിറ്റ് ഒന്നടങ്കം ഫുഡ് കഴിക്കാതിരിക്കാൻ തീരുമാനം, ഞങ്ങളും പട്ടിണി എടുക്കുകയാണെന്ന് അറിയിക്കണം. അപ്പോൾ ലാല് ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം, ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് ദോഷം. അതിപ്പോൾ ഞാൻ കഴിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ കഴിക്കാതിരിക്കണമെന്നില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇനി പ്രതിഫലം വാങ്ങിയില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രതിഫലം വാങ്ങാതിരിക്കുമോ? അപ്പോൾ ലാലേട്ടൻ അങ്ങനെയല്ല. ലാലേട്ടനോട് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനമുണ്ട്. ലാലേട്ടൻ ഞങ്ങളെയും കാണുന്നത് അന്യരായിട്ടല്ല. അപ്പോൾ ലാലേട്ടൻ ഇന്ന് രാവിലെ മുതൽ ഈ സമയമായി ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. രാത്രിയും കഴിക്കുന്നില്ല എന്നാണ് കേട്ടത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കൊരു സ്നേഹമുണ്ട് ലാലേട്ടനോട്. ആ സ്നേഹം ഞങ്ങളും, ലാലേട്ടൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഞങ്ങളും കഴിക്കാതിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ശരി, അതങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോ നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഭക്ഷണം കഴിക്കണം, പക്ഷേ എൻ്റെ തീരുമാനം അടിയുറച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഉറപ്പാണോ? ഉറപ്പാണ്, ഞങ്ങൾ പോവുക. അപ്പോൾ അങ്ങനെ അവർ തിരിച്ചു പോകാൻ നേരത്ത് ലാൽ ആലോചിച്ചു, ഈ പാവങ്ങൾ എന്ത് പിഴച്ചു. ഞാൻ സ്നേഹിക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, അവർ ഞാൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അവരൊരു നേരം ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ ഞാൻ അവരോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? അതായത് രാവിലെ മുതൽ എണീറ്റ് കഠിനമായ ജോലി ചെയ്ത് ക്ഷീണിച്ച് അത് ഭക്ഷണം പോലും കഴിക്കാതെ അവർ ഉറങ്ങാൻ പോകുമെന്ന് പറഞ്ഞാൽ ലാൽ എന്ന നടനെ സംബന്ധിച്ച് അത് ദ്രോഹമല്ലേ എന്നാലോചിക്കുന്നു. അവസാനം ലാൽ അവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളോട് ആരാ ഈ ബുദ്ധി പറഞ്ഞു തന്നെ? മണിയമ്പിള്ളയല്ലേ? അവർ മണിയമ്പിള്ള രാജുവാണ് പറഞ്ഞതെങ്കിലും അതിൽ ശരിയുണ്ട്. കാരണം ഈ യൂണിറ്റിൽ ഞങ്ങളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന നടനാണ് ലാലേട്ടൻ. ലാലേട്ടൻ ഒരു നടൻ മാത്രമായിട്ടല്ല ഞങ്ങളിൽ ഒരാളായിട്ട് എന്നെ കാണുന്നത്. ഒരു അഹങ്കാരമില്ല, തലക്കനമില്ലാത്ത ഒരാൾ. അങ്ങനെയുള്ള ഒരാൾ ചെറിയ പ്രശ്നത്തിന് പേരിൽ ഫുഡ് കഴിക്കുന്നില്ല തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങളത് പോകുന്നു. പക്ഷേ ലാൽ പറഞ്ഞു, നിങ്ങൾ എന്നെ ശരിക്ക് മാറ്റിമറിച്ചിരിക്കുകയാണത്. ഞാൻ ഇഷ്ടമുള്ളതായിട്ടല്ല, നിങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇനി രാത്രി ഫുഡ് കഴിക്കാം എന്ന് അങ്ങനെ നിരാകാരം ലാൽ അവസാനിപ്പിക്കുകയാണത്. ഇടയ്ക്ക് അവർ ചോദിച്ചു, അല്ല, നിരാകാരം അവസാനിക്കുമ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ നീരെങ്കിലും വേണ്ടേ? നിങ്ങൾ നിങ്ങളുടെ പ്രൊഡ്യൂസറോട് പറയൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ മണിയമ്പിള്ള രാജു വലിയൊരു ഗ്ലാസ് നിറയെ നാരങ്ങ നീരുമായി ലാലിൻ്റെ അടുത്ത് വരുന്നു. ലാൽ നാരങ്ങ വെള്ളം കുടിക്കുന്നു. അങ്ങനെ നിരാകാരം അവസാനിപ്പിക്കുന്നു.